ജിത്തു ജോസഫ് ഈ ഒരു പേര് മാത്രം മതി നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ. പണ്ട് നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കോളേജ് ടൈമിലൊക്കെ നമ്മളൊരു ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് താരങ്ങളെ നോക്കുന്ന പോലും ഡയറക്ടർ, ഇപ്പോൾ സത്യനന്ദിക്കാട്, ജോഷി, ഷാജി കൈലാസ്, ഇങ്ങനെ ഒരുപാട്, IV ശശി, ഇങ്ങനെ ഇപ്പം നമുക്കൊരു ഉറപ്പിച്ച് കാണാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ജിത്തു ജോസഫിനെ ഞാൻ കാണുന്നത്. ജിത്തു ജോസഫ് ഒരു മിനിമം ക്വാളിറ്റി ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലും അതുപോലെ തന്നെ ക്വാളിറ്റി സംസാരത്തിലും എല്ലാം അതേപോലെ കീപ്പ് ചെയ്യുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ് ഇന്ന് മിറാഷ് കണ്ടത്. ഭയങ്കര നിരാശാജനകമായി തോന്നി. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റും നന്നായില്ലെന്നുള്ള, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മോശമായി. ഡയറക്ഷൻ, മേക്കിംഗ്, സ്ക്രീൻ പ്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി എല്ലാം മോശമായിട്ട് അനുഭവപ്പെട്ടൊരു പടം. എനിക്കിത് നേരത്തെ തോന്നി. കാരണം ദൃശ്യം 2 തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ പലർക്കും തോന്നി കാണും അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരുമാതിരി സീരിയൽ പോലെ എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് OTT കാണുമ്പോൾ അതിനകത്ത് TV കാണുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. വലിയൊരു സ്ക്രീനിൽ വരുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നും. അതുപോലെ തന്നെ കൂമൻ ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്. പക്ഷേ ലാസ്റ്റ് ഒരു അരമണിക്കൂർ പക്കാ സീരിയലിനെക്കാട്ടിൽ വലിച്ചു നീട്ടി സീരിയലിനെക്കാട്ടി പോലെ കൊന്നു കൊല വിളിച്ചു. ഇത് ആദ്യം മുതലേ അങ്ങനെ തന്നെ. അന്നേരം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറിനോട് നമുക്ക് പറയാനുള്ളൊരു, സാധാരണ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് വളരെ ശ്രദ്ധിച്ചെടുക്കുക. പ്രത്യേകിച്ചും ദൃശ്യം 3 എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വരുന്നു, ഗംഭീരമായിട്ട് എടുക്കുക, വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേയോടൊപ്പം ഇപ്പോഴത്തെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ജിത്തു കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ശ്രദ്ധിച്ചാൽ ദൃശ്യം 3 അതിഗംഭീരമാക്കാം.